അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ചിക്കൂസ് അല്ലെങ്കിൽ സപ്പോട്ട എടുത്തിട്ടുണ്ട്. സപ്പോട്ട എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള സപ്പോട്ട വേണം എടുക്കാനായിട്ട്. അപ്പം പഴുക്കാത്ത സപ്പോട്ടയൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു കറ ചുവ ഉണ്ടാവും. നമുക്ക് ഒരെണ്ണം എടുത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പഴുത്തിട്ടുണ്ടോ എന്ന്. നിങ്ങൾ ഇത്രയും കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഷേക്കിന് ഇത്രയും സപ്പോർട്ടയുടെ ആവശ്യമില്ല. അപ്പം അല്ലെങ്കിൽ ചിക്കൂസ്, പല സ്ഥലത്ത് ചിക്കൂസ് എന്ന് സപ്പോർട്ട എന്നൊക്കെ പറയും. 1/2 ലിറ്റർ പാലിന് 3 സപ്പോർട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. 3 സപ്പോർട്ട എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ മീഡിയം സൈസ് സപ്പോർട്ട ആണെന്നുണ്ടെങ്കിൽ മാത്രം 3 എണ്ണം എടുത്താൽ മതിയാകും. കുറച്ച് വലിപ്പമുള്ള സപ്പോർട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാകും. ഒരുപാട് ചേർത്ത് കൊടുത്ത് ഷേക്ക് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുന്നത്. അപ്പം പലർക്കും ഈ ചിക്കൂസ് അല്ലെങ്കിൽ സപ്പോട്ട നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസ് ഒന്നും ഉണ്ടാക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വല്ലാത്തൊരു ടേസ്റ്റാണ്. കാരണം പലർക്കും ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 ചിക്കൂസാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ 3 മീഡിയം സൈസ് ചിക്കൂസ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കൈവച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ സപ്പോട്ടയുടെ തൊലിയും കുരുവെല്ലാം മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത സപ്പോട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുക. കശുവണ്ടി ഉണ്ടെങ്കിൽ കശുവണ്ടി ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബദാം ഇട്ട് കൊടുത്താലും മതി. ബദാമാണ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ കശുവണ്ടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഹോർലിക്സ് ആണ്. അപ്പൊ ഹോർലിക്സ് 5 രൂപയുടെ 2 പാക്കറ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹോർലിക്സ് ഉണ്ടെങ്കിൽ ഹോർലിക്സ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഹോർലിക്സ് ഇട്ട് തയ്യാറാക്കി എടുത്തപ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോർലിക്സിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ബൂസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ലിറ്റർ നല്ല കട്ടപ്പാലാണ്. കട്ടപ്പാൽ നല്ലതുപോലെ അടിച്ചിട്ട് വേണം, ഇടികല്ല് കൊണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തി കോല് വെച്ചിട്ടോ നല്ലതുപോലെ അടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഒരു 5 മിനിറ്റ് കട്ടപ്പാൽ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സപ്പോട്ടയിൽ നല്ല മധുരമുണ്ട്, ഹോർലിക്സിലും അത്യാവശ്യം മധുരമുണ്ട്. അവരവരുടെ മധുരത്തിനനുസരിച്ച് മധുരം നോക്കിയിട്ട് അത്യാവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കുറച്ച് കട്ടിക്ക് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി 2 നുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കാപ്പൊടിയോ അതുപോലെ വാനില എസൻസോ ഒന്നും ചേർക്കുന്നില്ല. ഹോർലിക്സ് നമ്മൾ ചേർത്ത് കൊടുത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഹോർലിക്സ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത ചിക്കൂസ് ഷേക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ 3 ഗ്ലാസ്സിലായിട്ട് അത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹോർലിക്സ് പൗഡർ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കശുവണ്ടി കൂടി ഇട്ട് കൊടുക്കുക.
അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ചിക്കൂസ് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ തയ്യാറാക്കി കഴിക്കാൻ തോന്നും. ഈ ഒരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ മതി ദാഹവും വിശപ്പും ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്കാണിത്. അപ്പം ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഇപ്പോൾ ചിക്കൂസൊക്കെ വില കുറഞ്ഞ സമയമാണ്, നല്ല സീസണാണ്. അപ്പോൾ ഈ ഒരു സമയം, ഈ നോമ്പ് സമയത്തും ചൂട് സമയത്തും ഒക്കെ ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി ദാഹവും വിശപ്പും ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ചിക്കൂസ് വെച്ചിട്ട് ഷേക്ക് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്